അസാമിലെയും കേരളത്തിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ വിലയിരുത്തലിൽ കേരളത്തിലും അസാമിലും വലിയ തോതിലുള്ള ഒരു അപ്പർ ഹാൻഡ്, ഒരു മേൽക്കൈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് ഗോദി മീഡിയകൾ പോലും തുറന്ന് സമ്മതിക്കുന്ന ഒരവസ്ഥയാണ്. അസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അധികാര തുടർച്ച ഉണ്ടാകാൻ സാധ്യത വളരെ വിരളമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇതിലെ ഏറ്റവും വലിയ രസം, റിപ്പബ്ലിക് ചാനലിന്റെ ഉടമയായ അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ ഇപ്പോൾ BJPക്കെതിരെ തിരിഞ്ഞ ഒരു കാഴ്ച, അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ടടി പോലെ വന്നിരിക്കുകയാണ്. ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലുമാണ്. വെസ്റ്റ് ബംഗാളിൽ, അതായത് പശ്ചിമ ബംഗാളിൽ സുവേദു അധികാരിയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിന് അവിടുത്തെ ജനത, അവിടുത്തെ സാധാരണക്കാരെ അണിനിരത്തി വീണ്ടും ഉഗ്രൻ മറുപടി പറയിക്കാൻ മമതാ ബാനർജി ഒരുങ്ങി നിൽക്കുകയാണ്. സുവേദു അധികാരി ഇതിനിടയിൽ വളരെയധികം ത്രില്ലടിച്ചുകൊണ്ട് തന്റെ തട്ടകമായ നന്ദിഗ്രാം മാത്രമല്ല, മമത മത്സരിക്കുന്ന ഭവാനിപൂർ കൂടി തെരഞ്ഞെടുത്ത് നിൽക്കുകയാണ്. അതായത് രണ്ടിടത്തും മത്സരിച്ച് ജയിക്കുമെന്നും ഭവാനിപൂർ വിജയിച്ചാൽ ആ മണ്ഡലം നിലനിർത്തും എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സുവേദു അധികാരി ത്രില്ലടിക്കുന്നത്. വാസ്തവത്തിൽ മമതാ ബാനർജി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ പോയി സുവേദുവിനോട് മത്സരിച്ചത് വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ ഉപകാരമായി. സുവേദുവിനോട് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും നോർത്ത് പർഗനാസ് എന്ന ജില്ലയിലെ സമ്പൂർണമായ തൂത്തുവാരൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിയത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. BJP ഒരുപക്ഷെ 100-120 സീറ്റുകളൊക്കെ അനായാസം നേടുമായിരുന്നു എന്ന സർവേ ഫലങ്ങൾ വന്ന ആ തെരഞ്ഞെടുപ്പിൽ കേവലം 70 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത് മമതയുടെ കൃത്യമായ ജാഗ്രത കൊണ്ട് തന്നെയാണ്. ഇക്കുറിയും ആ ജാഗ്രതയിൽ തെല്ല് കുറവൊന്നുമില്ല. കാലാകാലങ്ങളിലായി അവിടെ ഗവർണർമാരെ അണിനിരത്തിക്കൊണ്ട് BJP അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാനും സർക്കാരിനെ ഉപദ്രവിക്കാനും മറ്റും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നതാണ്. CV ആനന്ദബോസ് ആയിക്കോട്ടെ, അതിനു മുമ്പിരുന്ന ജഗദീപ് ധൻഖർ ആയിക്കോട്ടെ, ഒക്കെ ശ്രമിച്ചതാണ്. ജഗദീപ് ധൻഖറിന് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തത് പോലും ബംഗാളിൽ മമതയെ വെള്ളം കുടിപ്പിക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചതിന്റെ പേരിലാണ്. പക്ഷെ നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നീട് ജഗദീപ് ധൻഖറിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അദ്ദേഹം BJPയെ ഭയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കമാന്നൊരു അക്ഷരം മിണ്ടാതെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വിഷയത്തിൽ BJPക്കെതിരെ നിലപാട് പറഞ്ഞതിന് BJP പുറത്താക്കിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് സ്ഥലം വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെയെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന BJPയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെ തടുക്കാൻ കെൽപ്പുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫല സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.